അച്ഛന്റെ മടിയിൽ നിന്നും ചിറ്റമ്മ ധ്രുവനെ ഇറക്കി വിട്ടു. കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നു. വിവരം കേട്ടപ്പോ അമ്മയ്ക്കും ദുഃഖം തോന്നി. അച്ഛൻ ഒന്നാണെങ്കിലും രണ്ടമ്മ പെറ്റ മക്കൾ. അതിൽ ഒരു മകനോട് അച്ഛൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നു. ആ അച്ഛന്റെ സ്നേഹം തനിക്കും കിട്ടാൻ എന്താണ് വഴിയെന്ന് ധ്രുവൻ അമ്മയോട് ചോദിച്ചു. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അമ്മ മകനെ ഉപദേശിച്ചു. ധ്രുവൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. ഈശ്വരൻ ധ്രുവന്റെ പ്രാർത്ഥന കേട്ടു. ധ്രുവനെ ഒരു നക്ഷത്രമാക്കി ആകാശത്ത് പ്രതിഷ്ഠിച്ചു. അതാണ് നാം എന്നും കാണുന്ന ധ്രുവ നക്ഷത്രം. ഈ കഥയിൽ നിന്നും നാം പ്രധാനമായി പഠിക്കുന്ന പാഠം എന്താണെന്നറിയാമോ? പെറ്റമ്മയുടെ സ്നേഹം പോറ്റമ്മയിൽ നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന്. നിങ്ങൾക്കെല്ലാം അമ്മയുണ്ടല്ലോ. അമ്മയുടെ സ്നേഹത്തിന് നിങ്ങൾ ഓരോ ഉദാഹരണങ്ങൾ പറയൂ. ബിജോ പറയൂ. എന്റെ അമ്മ എന്നും എനിക്ക് കഥ പറഞ്ഞു തരും. റൈറ്റ്. ഇനി ജൂബി പറയൂ. അമ്മയാണ് എന്നെ എന്നും കുളിപ്പിച്ച് മുടി ചീകി തരുന്നത്. സിറ്റ് ഡൗൺ. ശ്രീമോൾ പറയൂ. എനിക്ക് മമ്മിയില്ല. പെറ്റമ്മയുടെ സ്നേഹം പോറ്റമ്മയിൽ നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന്. സീമോളെ, മോൾ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഡാഡി മമ്മി എന്താ ഇതുവരെ വരാത്തത്? അവര് കുഞ്ഞോടെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവരികയല്ലേ. ഇപ്പൊ വരും. മോളിന്ന് പഠിക്ക്. അവരെന്താ എന്നും കൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്? അതിന് ശ്രീമോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ ഡോക്ടറെ കാണിക്കാൻ. ഡാഡിക്കും മമ്മിക്കും ഞാൻ വന്നിട്ട് പോയാ മതിയായിരുന്നല്ലോ. കുഞ്ഞുവാവയ്ക്ക് അസുഖമായതുകൊണ്ടല്ലേ അവര് പോയത്. അല്ലേലും കുഞ്ഞുവാവ വന്ന പിന്നെ എന്നോട് ആർക്കും സ്നേഹമില്ല. ആരാ അത് പറഞ്ഞത്? മോളോടല്ലേ എല്ലാവർക്കും സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ തനിച്ചാക്കിട്ട് അവര് പോവോ? ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞുവാവയ്യ മതി. മോൾ എന്താ നോക്കിയിരിക്കുന്നത്? ചോറുണ്ട് മോളെ. എനിക്ക് വേണ്ട. എല്ലാവരും ഊണ് കഴിക്കുന്നത് കണ്ടില്ലേ? മോളും കഴിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാ ദിവസവും മമ്മിയല്ലേ ചോറ് കൊണ്ട് തന്നിരുന്നത്. മമ്മി ചോറ് കൊണ്ട് തന്നാലേ ഞാൻ കഴിക്കൂ. മമ്മിക്ക് കുഞ്ഞുവായിട്ട് വരാൻ പറ്റുമോ? കുഞ്ഞുവാവിയെ കല്യാണമ്മയുടെ കൈ കൊടുത്തിട്ട് മമ്മിക്ക് വന്നാലെന്താ? അത് ശരിയാണോ മോളെ? ഇപ്പൊ മോളെ കഴിക്കും. വീട്ടിൽ വരുമ്പോ മമ്മി വാരി തരും. കഴിക്കും മോളെ. എന്റെ പൊന്നു മോളല്ലേ, ഇത് കുടിക്ക്. ഉച്ചക്കേ മോള് ഊണ് കഴിച്ചില്ലെന്ന് മത്തായി പറഞ്ഞു. ഇതെങ്കിലും കഴിക്കും മോളെ. അത് പറ്റില്ല. ഈ പാലും കുടിക്കണം, ബിസ്ക്കറ്റും തിന്നണം. ഡാഡി വരാൻ വൈകും. അതുകൊണ്ട് മോളെ വർക്ക് സൈറ്റിലേക്ക് കൊണ്ടുചെല്ലാൻ വക്കച്ചനോട് പറഞ്ഞിട്ടാ പോയത്. ശരി, ഓക്കെ. ചെക്ക് നാളെ തന്നെ അയച്ചേക്കാം. ഓക്കെ ഓക്കെ. കുഞ്ഞവിടെ? കല്യാണിയമ്മയുടെ കയ്യിലിരിക്കുന്നു. പിന്നെ ശ്രീമോൾ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. അതെന്താ? ഉച്ചയ്ക്ക് മത്തായിച്ചും ചോറ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടില്ല. വൈകിട്ട് പാലും കുടിച്ചില്ലെന്ന് വക്കച്ചൻ പറഞ്ഞു. ഇപ്പൊ ഊണ് കഴിക്കാൻ ഞാൻ ചെന്ന് വിളിച്ചപ്പോ പിണങ്ങിയിരിക്കുക. എന്താ കാര്യം? ഡാഡി തന്നെ ചോദിക്ക്. ശ്രീമോളെ, മോള് ഡാഡിയോടും മമ്മിയോടും പിണങ്ങിയിരിക്കുകയാണോ? മോളെന്താ ഇന്നൊന്നും കഴിക്കാത്തത്? മോള് വാ, ഡാഡിക്കും മോക്കും മമ്മിക്കും കൂടെ ഊണ് കഴിക്കാം. മോൾ എന്തിനാ വഴക്കിട്ടിരിക്കുന്നേ? കാര്യം എന്താന്ന് ഡാഡിയോട് പറ. ഇന്ന് മമ്മി എനിക്ക് സ്കൂളിൽ ചോറ് കൊണ്ടു തന്നില്ല. ആഹാ, അതാണ് കാര്യം. എന്നാ ഡാഡി മമ്മിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം. മമ്മിക്ക് വെട്ടത്ത് ചോറ് കൊടുത്ത് ഇരട്ടത്ത് കിടത്താം. എന്താ മതിയോ? ആ, ഇനി വല്ലതും ഉണ്ടോ? ഡാഡി മോളെ കൊണ്ടുവരാൻ ഇന്ന് ഓഫീസിൽ വന്നില്ലല്ലോ. എന്താ ചെല്ലാതിരുന്നത്? അത് ഞാൻ പിന്നെ വർക്ക് സൈറ്റിലായി പോയില്ലേ. ആ, അപ്പൊ ഡാഡിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം. ഡാഡിക്ക് ഇരുട്ടത്ത് ചോറും കൊടുത്ത് വെട്ടത്ത് കിടത്താം. എന്താ മതിയോ? എന്നാ വാ. ആ
കല്യാണമ്മേ, കല്യാണമ്മേ, എന്താ സാറേ? ശ്രീമോൾ അപ്പുറത്തുണ്ടോ? ഇങ്ങോട്ട് വന്നില്ല. എന്നാ കുഞ്ഞിന്റെ അടുത്ത് കാണും. അവിടെ ഇല്ലല്ലോ. പിന്നെ അവൾ എവിടെ പോയി? ശ്രീമോളെ, കുഞ്ഞിങ്ങോട്ട് വന്ന ശീലേ? ഇവിടെ വന്നില്ല. ഇന്നലെ അവൾ നമ്മുടെ കൂടെ കിടന്നല്ലേ ഉറങ്ങിയത്. അയ്യോ, പിന്നെ എന്റെ മോൾ എവിടെ പോയി? അയ്യോ, കുഞ്ഞ് ദേ കിടക്കുന്നു. മോൾ എപ്പോഴാ ഇവിടെ വന്ന് കിടന്നത്? രാത്രിയില്. എന്തിനാ കട്ടിലടി കയറി കിടന്ന്? എനിക്ക് മമ്മിയുടെ അടുത്ത് കിടക്കണമെന്ന് തോന്നി. കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് കട്ടിലെ കയറി കിടന്ന ഡാഡി വഴക്ക് പറയില്ലേ, അതുകൊണ്ട് മമ്മി ഉറങ്ങിയപ്പോ ഞാൻ കട്ടിലിന്റെ അടി കയറി കിടന്നു. എഴുതിയോ? എഴുതി. അടുത്ത ചോദ്യം എന്താ? Why do you like your father and mother? എന്തുകൊണ്ടാ ഫാദറിനെ മദറിനെ ഇഷ്ടപ്പെടുന്നത്? സ്നേഹമുള്ളത് കൊണ്ട്. കറക്റ്റ്. എഴുതിക്കോ. ഐ ലൈക്ക് മൈ ഫാദർ ആൻഡ് മദർ ബിക്കോസ് ദേ ലവ് മീ വെരി മച്ച്. മോളെ വാ, വെള്ളം ചൂടായി കുളിക്കാം. എന്നെ മമ്മി കുളിപ്പിച്ചാൽ മതി. മമ്മിയുടെ ഈ കുഞ്ഞുവാവ ഇരിക്കുന്നുണ്ടല്ലേ? എന്നെ മമ്മി കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? മമ്മി കുഞ്ഞിന് പാല് കൊടുക്കല്ലേ? മമ്മി എന്നെ ഒന്ന് കുളിപ്പിച്ചിട്ട് എത്ര ദിവസമായി? കുഞ്ഞുവാവ വലുതാകുന്നത് വരെ കല്യാണി അമ്മ കുളിപ്പിക്കാം. വാ വേണ്ട എന്ന് പറഞ്ഞില്ലേ? വാ കുഞ്ഞേ, വേണ്ട. ഇങ്ങോട്ട് വാ കുഞ്ഞേ. വിട്ടു എന്നെ. കുഞ്ഞെ ഞാൻ കുളിപ്പിക്കാന്ന്. വാ പിടിക്കാതെ വിട്. കുഞ്ഞെ ഞാൻ കുളിപ്പിക്കാന്ന്. വാ കുഞ്ഞെ, കുഞ്ഞെ വാ. എന്റെ കുഞ്ഞിന്റെ നെറ്റി. എന്റെ കുഞ്ഞിനെ അവന് വെറ്റ് പൊട്ടിയല്ലോ. ഈ കൊച്ചിനെ കൊടുങ്ങി എന്ത് ചെയ്യും? ഇതിനൊന്ന് പിടിച്ച കല്യാണമേ. ശ്രീമോളെ, നീ എന്താ ചെയ്തത്? മേലല്ലെങ്കിൽ ചെയ്യോ? ചെയ്യുമെന്ന്. മമ്മി എന്നെ തല്ലിയില്ലേ? ഞാൻ ഡാഡിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. ശ്രീമോളെ, മോളെ, ശ്രീമോളെ, ശ്രീമോളെ, പോകരുത്. മോളെ, ശ്രീമോളെ, മോളെ, പോകരുത്. എന്താ മോളെ? മമ്മി എന്നെ തല്ലി. തന്നെയോ? എന്തിനോ? എന്താ എന്തുണ്ടായി? കല്യാണിമ്മ കുളിക്കാൻ വിളിച്ചപ്പോ അവള് ചെന്നില്ല. നിർബന്ധിച്ച് വിളിച്ചപ്പോ അവളെ കയ്യിൽ ഇന്ന് സ്ലേറ്റ് വലിച്ചെറിഞ്ഞു. സ്ലേറ്റ് കുഞ്ഞിന്റെ തലയെ കൊണ്ടു. തല പൊട്ടി. എന്നിട്ട് ഞാൻ സ്കെയിൽ വെച്ച് 2 അടി കൊടുത്തു. അതിനവൾ ഡാഡിയോട് പറയുമെന്ന് പറഞ്ഞു ഓടി പോന്നതാ. ആഹാ, നിനക്ക് അടി വെള്ളത്തിന്റെ കുറവാ. അയ്യോ ഡാഡി, എന്നെ ഡാഡി. അയ്യോ, അവള് തല്ലല്ലേ. അവള് പേടിച്ചോടി പോന്നതാ. ഇനി അവളെ പേടിപ്പിക്കല്ലേ മോളെ. മോളെ
ആ ഷോക്കിന് ശേഷം എന്റെ ഷീല സംസാരിച്ചിട്ടില്ല. കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല, കാണിക്കാത്ത ഡോക്ടേഴ്സില്ല. ക്യാപ്സ്യൂൾസ്, ഇഞ്ചക്ഷൻ, ഷോക്ക് ട്രീറ്റ്മെന്റ് ഇവ കൊണ്ടൊന്നും ഷീലയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ശ്രീമോളുടെ മരണത്തിന് ശേഷം രണ്ടാമത്തെ കുട്ടി അവളാണ് പുറത്ത് പഠിക്കുന്നത്. ഡോക്ടർ എന്റെ ആദ്യത്തെ മകളെയും രണ്ടാമത്തെ മകളെയും കണ്ട തിരിച്ചറിയുകയില്ല. അത്ഭുതകരമായ രൂപസാദൃശ്യമാണ് ഈശ്വരൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവളെ തിരിച്ചറിയാൻ പോലും എന്റെ ഷീലയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ വിളിക്കൂ. ഡോക്ടർ വേഗം അടുത്തേക്ക് വരാൻ പറഞ്ഞു.